നിത്യാനന്ദം. എൻ്റെ പേര് നിത്യപ്രിയാനന്ദ സ്വാമി എന്നാണ്. ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കലിയുഗ അവതാരമായ പരമഹംസ ശ്രീ നിത്യാനന്ദ സ്വാമിജിയുടെ ബാംഗ്ലൂർ അടുത്തുള്ള ബിഡതി എന്ന ക്ഷേത്രത്തിലെ ആദി കൈലാശം എന്ന ആശ്രമത്തിൽ നിന്നാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണത് അവതാര ലീല എന്ന് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ സംസാരിച്ചതുപോലെ കഴിഞ്ഞ തവണ സ്വാമിജിയുടെ അവതാര ഭൂമിയായിട്ടുള്ള തിരുവണ്ണാമല ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഞാൻ ഷെയർ ചെയ്തായിരുന്നു. ഇന്ന് സ്വാമിജിയുടെ ജന്മം എങ്ങനെയാണ് നടന്നത്, എന്തിനാണ് നടന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. സ്വാമിജിയുടെ ജന്മം എന്ന് പറയാൻ പറ്റില്ല, അവതരണം. സ്വാമിജി ഭൂജാതനായത് 1978 ജനുവരി 1 ഇതിനെക്കുറിച്ച് സ്വാമിജിയുടെ അച്ഛനും അമ്മയും അറിയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ തിരുപ്പതി എന്ന ക്ഷേത്രത്തിലേക്ക് ഒരു തീർത്ഥയാത്ര പോയിരുന്നു. ആ സമയത്താണ് അംഗപ്രദക്ഷിണം ചെയ്യണ സമയത്താണ് സ്വാമിജിയുടെ അമ്മയ്ക്ക് ഇത് അറിയണത്. സ്വാമിജിയുടെ അമ്മയും അച്ഛനും ഒക്കെ ഒരു ദിവ്യനായുള്ളൊരു കുട്ടി അവരുടെ ഫാമിലിയിൽ ജനിക്കണമെന്ന് പറഞ്ഞ് പല പല പ്രാർത്ഥനകളും ദേവി മീനാക്ഷിയുടെ അടുത്തും സദാശിവൻ്റെ അടുത്തും തിരുവണ്ണാമലയിലെ അരുണാചല ക്ഷേത്രത്തിലും പിന്നെ വെങ്കടേശ്വര സ്വാമിയുടെ അടുത്തുമൊക്കെ പല പ്രാർത്ഥനകളും പല വ്രതങ്ങളും ഒക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ടാണ് സ്വാമിജിയുടെ ജന്മം അവിടെ നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി 1978 ചെറിയ പ്രായം മുതൽ തന്നെ സ്വാമിജിക്ക് ഏറ്റവും വലിയ താല്പര്യം എന്താണെന്ന് വെച്ചാൽ മുത്തച്ഛൻ്റെ കൈ പിടിച്ച് അല്ലെങ്കിൽ മുത്തച്ഛൻ്റെ തോളി കയറി അമ്പലത്തിൽ, അരുണാചല ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിരുന്നു സ്വാമിജിയുടെ പൂർവാശ്രമത്തിലെ വീട്. അവിടെ പോയി ആ അമ്പലത്തിലെ തൂണുകളിലൊക്കെ ഇങ്ങനെ ഉള്ള സ്കൾപ്ചേഴ്സ്, ചെറിയ എന്താ പറയുക, മാർക്കണ്ഡേയൻ, ധ്രുവൻ, പ്രഹ്ലാദൻ, ഇങ്ങനത്തെ കുട്ടികളുടെ കഥകൾ മുത്തച്ഛൻ്റെ കയ്യിൽ നിന്ന് കേട്ട് അതൊക്കെ പഠിച്ച് വീട്ടിൽ പോയി അതിനെക്കുറിച്ച് സംസാരിക്കുക. അതേമാതിരി 3 വയസ്സിന് മുമ്പ് തന്നെ യോഗാഭ്യാസം, വളരെ കഠിനമായുള്ള യോഗാഭ്യാസം സ്വാമിജി തുടങ്ങിയിരുന്നു. ഇതിനൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഏതൊരു ചെറിയ കുട്ടിക്കും ഒരു എന്താ പറയുക, ഒരു 10-40 കൊല്ലം മുമ്പ് ഒരു തിരുവണ്ണാമല മാതിരിയുള്ള ഒരു ചെറിയ സ്ഥലത്ത് ഒരു കുട്ടിക്ക് എല്ലാ ടൈപ്പ് ഒരു എഡ്യൂക്കേഷനും കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? എന്നാലോ ഒരു അവതാര പുരുഷനായി ഇറങ്ങി വരുമ്പോൾ പ്രപഞ്ചശക്തി തന്നെ അവതാരത്തിൻ്റെ നോക്കം എന്ന് പറഞ്ഞത് അവതാരിക് മിഷൻ നടത്താനുള്ള എല്ലാ കാര്യങ്ങളും തന്നെ മുൻകൂട്ടി ഈ പ്രപഞ്ചശക്തി തന്നെ അവതാര പുരുഷന് ഒരു സപ്പോർട്ടായും ഒരു ഇതായി നോക്കി കൊടുക്കും എന്നാണ് പറയണത്. അങ്ങനെ സ്വാമിജി ജനിച്ചപ്പോൾ തൊട്ട് ഒരു വളരെ റിലീജിയസ് ആയിട്ടുള്ളൊരു ഫാമിലിയിൽ, നല്ലൊരു ഭക്തിയുള്ള ഒരു ഫാമിലിയിൽ ഇങ്ങനെ അമ്പലത്തിലേക്ക് പോവുക, അമ്പലത്തിൽ നിന്ന് കഥകളൊക്കെ കേൾക്കുക, അതേമാതിരി പൂജകൾ, മുത്തച്ഛൻ പൂജ ചെയ്യണത് കണ്ട് പൂജകൾ പഠിക്കുക, മുത്തച്ഛന് രാവിലെ പൂജയിൽ അസിസ്റ്റ് ചെയ്യുക. അങ്ങനെ വളരെ ഒരു അമ്പലത്തിനോട് വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ചൈൽഡ്ഹുഡായിരുന്നു, ബാല്യകാലമായിരുന്നു സ്വാമിജിയുടെ. സ്കൂളിലും പോകാൻ തുടങ്ങി. പക്ഷെ ഇത് മാത്രമല്ലാണ്ട് പല 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 സ്ഥലത്തു നിന്ന് ഓരോ ഗുരുക്കന്മാർ വരിക, ഓരോ മഹാത്മാക്കളെ ദിവ്യന്മാരൊക്കെ വന്ന് സ്വാമിജിക്ക് എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് പോവുക. അതൊരു അസാധാരണമായിട്ടുള്ളൊരു കാര്യമാണല്ലോ, അല്ലേ? ഒരു ചെറിയ കുട്ടിയെ കണ്ട് അവർക്ക് ഈ കുട്ടിക്ക് ഒരു സിദ്ധ സയൻസോ ഒരു യോഗയോ ഒന്നും പഠിപ്പിച്ചു കൊടുക്കണമെന്ന് അത് അവർക്ക് ഉള്ള തോന്നലല്ല. അവരെ പ്രപഞ്ചശക്തി തന്നെ അവരെ അയച്ചതുകൊണ്ട് സ്വാമിജിയുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഓരോരുത്തരായിട്ടുള്ള വന്ന് പഠിപ്പിച്ചു കൊടുത്ത് ഒരു ഗുരു എന്ന് മാത്രം പറയാനില്ല. സ്വാമിജി മനസ്സിൽ ഗുരുവായിട്ട് ഏൽക്കുന്നത് സാക്ഷാത് സദാശിവനെ മാത്രമാണ്. അരുണഗിരി യോഗീശ്വരൻ എന്ന ഒരു സദാശിവൻ്റെ തന്നെ ഒരു സ്വരൂപമായിട്ടുള്ളൊരു സന്യാസി സ്വാമിജിക്ക് സൂക്ഷ്മതലത്തിൽ വന്ന് ഉപദേശമൊക്കെ കൊടുത്ത് ശക്തിപാതം പോലും നടന്ന് അതിനെയൊക്കെ കുറിച്ച് വളരെ വളരെ രസകരമായിട്ടുള്ള പല കഥകളുണ്ട്, ഞാൻ ഷെയർ ചെയ്യാം. അങ്ങനെ ഒരു സ്വയംഭൂവായി ഉള്ള സ്വാമിജി ഒരു സ്വയംഭൂവാണ് ശരിക്കും. പല ഗുരുക്കന്മാരും പ്രപഞ്ചശക്തിയുടെ നിർദ്ദേശം അനുസരിച്ച് ഓരോരോ സമയത്ത് വന്ന്
സ്വാമിജിക്ക് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് സ്വാമിജി എന്നെ എന്താ പറയാന്ന് വെച്ചാൽ, എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് അലാം ക്ലോക്ക് മാതിരിയാണ്. നമ്മൾ എങ്ങനെയാണോ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ അലാം ക്ലോക്ക് സെറ്റ് ചെയ്യില്ലേ, ക്ലോക്ക് സെറ്റ് ചെയ്തേ നാളെ രാവിലെ 4 മണിക്ക് എന്നെ വിളിച്ചു ഉണർത്തണം കേട്ടോ എന്ന് നമ്മൾ പറയണതാണല്ലോ നമ്മൾ അലാം ക്ലോക്ക് സെറ്റ് ചെയ്യണത്. അലാം ക്ലോക്കിനോട് നമ്മൾ പറയാണ്. സ്വാമിജി പറയാണ്, തുര്യാതീതത്തിൽ നിന്ന്, തുര്യാതീതം എന്ന് വെച്ചാൽ തുര്യ സ്റ്റേറ്റിനും മേലെയുള്ള തുര്യാതീത നിലയിൽ നിന്ന് ജാഗ്രത് നിലയിലേക്ക് വരണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊക്കെ നിങ്ങൾ എങ്ങനെയാണോ ജാഗ്രത് പറഞ്ഞാൽ വേക്കിംഗ് സ്റ്റേറ്റ്, നമ്മൾ സാധാരണ ഇപ്പോൾ ഉണർന്നിരിക്കുന്ന സ്ഥിതിയിൽ നിന്ന് നമ്മൾ സ്വപ്ന നിലയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണോ നമ്മൾ പല കാര്യങ്ങളും മറക്കുമല്ലേ, നമ്മുടെ ജീവിതത്തിൽ ഉള്ള അതേമാതിരി ഒരു ഫ്ലോ ആയിരിക്കില്ല നമുക്ക് സ്വപ്നത്തിൽ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നോർമലായിട്ടുള്ള ലൈഫിൽ നമ്മൾ കാണാത്ത കാര്യങ്ങളോ കേൾക്കാത്ത കാര്യങ്ങളോ നടക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നടക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കാണാനും സാധ്യതയുണ്ട് അല്ലേ. നമുക്ക് ഈ ജാഗ്രതത്തിൽ നടന്ന കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാവാണ്ടിരിക്കാനും സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വപ്ന ലോകത്തിലേക്ക്, ലോവർ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. നമ്മുടെ ജാഗ്രത നിലയെക്കാട്ടിലും ലോവർ ആയിട്ടുള്ള ലെവലിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. അതേമാതിരിയാണ് തുര്യാതീത നിലയിൽ, സൂക്ഷ്മ തലത്തിൽ ഒരു എന്താ പറയുക, ഒരു പ്യോർ ഒരു ബോധ നിലയിൽ നിന്ന് നമ്മുടെ ഭൂമിയിലേക്ക് അവതരിച്ചിറങ്ങി വരുമ്പോൾ ജാഗ്രതന് സ്വപ്നത്തിലേക്ക് ഇറങ്ങണ മാതിരിയാണ് ആ ഒരു ലോകത്തിൽ നിന്ന് മായാലോകത്തിലേക്ക് ഇറങ്ങി വരുന്നത്. മായ മേട്രിക്സ് എന്ന സ്വാമിജി അതിന് പറയുക, അതിലേക്ക് ഇറങ്ങി വരുന്നത്. സോ ആ സമയത്ത് ഒരു എന്താ പറയുക, ഒരു മനുഷ്യ ഗർഭത്തിൽ ജന്മം എടുത്ത് ഒരു മനുഷ്യ രൂപത്തിൽ വളർന്നു വരുമ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ വന്ന് നമുക്ക് അലാം ക്ലോക്കായിട്ട് നമ്മളെ ഉണർത്തുമ്പോഴേ നമുക്ക് തിരിച്ച് നമ്മുടെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാമിജി പറയണത്, ഞാൻ ഈ ഗുരുക്കന്മാരെയൊക്കെ ഞാൻ തന്നെയാണ് അയച്ചത്, ഞാൻ ഇറങ്ങി വരുന്നതിന് മുമ്പ് ഞാൻ തന്നെയാണ് ഇവരെയൊക്കെ അയച്ചിട്ട് നിങ്ങൾ വന്ന് എന്നെ ഉണർത്തണം, എനിക്ക് അലാം ക്ലോക്കായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞ് ഞാൻ വരണതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഗുരുക്കന്മാരെയൊക്കെ ഞാൻ പറഞ്ഞയച്ചായിരുന്നു. എൻ്റെ അലാം ക്ലോക്കായിട്ട് ഞാൻ ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് ഒരു ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ എന്നെ വഴി കാണിച്ചു തരാൻ, എനിക്ക് മാർഗദർശനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് ഇവരെ അയച്ചത് എന്ന്. അപ്പോൾ അതൊരു വളരെ ആ ഒരു ഇതിൽ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഒരു ചെറിയ കുട്ടിക്ക് 5 വയസ്സിനുള്ളിൽ തന്നെ യോഗയിലും മറ്റേ പൂജയ്ക്കും വേദാന്തത്തിലും സിദ്ധ സയൻസിലും ഒക്കെ ഓരോരുത്തരുടെ അവരെന്നെയായി ഓരോരുത്തർ വന്നൊരു ട്രെയിനിങ് കൊടുത്തതും സ്വാമിജിക്ക് എങ്ങനെയാണ് ഇത്രയ്ക്കധികം അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയത് എന്ന് നമുക്ക് ഈ ഒരു സ്വാമിജിയുടെ ഒരു വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇറ്റ്സ് എ ലോങ് വീഡിയോ. സോ ഇനിയും കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്തടുത്ത വീഡിയോസിൽ ഷെയർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ബി വിത്ത് മീ. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു. നിത്യാനന്ദം.